നേരെ ഇങ്ങനെ ഇറക്കി വെക്കുക. ഓക്കെ. അടിയിലൊന്നും ഇടണ്ട. ഓക്കെ. നേരെ ഇറക്കി വെക്കുക. നമ്മുടെ ആ മിക്സ് തന്നെ ഇട്ട് കൊടുക്കും. മിക്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. മറ്റേത് ഒരു ചെടി ഇതുപോലെ ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് മണ്ണ് ഇളകി. അല്ല, മൊത്തം ഇപ്പം നമ്മൾ ഇളക്കി മാറ്റിയിരിക്കും. അതെ, മൊത്തം പറഞ്ഞു പോകും. ഇപ്പൊ ഈ ചെറിയ ചട്ടിയിൽ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് മൊത്തം വേരാകും. ഓ ശരി. ചള്ളയാകാനായിട്ടുള്ള ടൈം കിട്ടത്തില്ല. ഇത്ര ഇളക്കിയാൽ മതി. അല്ലാതെ ഒത്തിരി ഞെക്കി പ്രസ് ചെയ്യോ ഒന്നും വേണ്ട. ഓവറായിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് പൊട്ടി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. അത്രേ ഉള്ളൂ അല്ലേ? ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെ മഴയുള്ളിടത്ത് വെക്കുക. അത്രേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. വരുന്ന പ്ലാന്റുകളുടെ ആ ഒരു മണ്ണ് കണ്ടോ, ചള്ളയായത് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നാ. കണ്ടോ, കല്ല് വരുന്നുണ്ട്. അത്ര കാര്യമായിട്ടാണ് ഇവരിത്. അവരെ സംബന്ധിച്ച് അവിടുത്തെ ക്ലൈമറ്റിൽ എന്നാ ആണേലും പിടിക്കും. വെള്ളം നിന്നാലൊന്നും പോകത്തില്ല. കണ്ടോ ഇന്ത്യ അകത്തോട്ട് ചെളി കിടക്കുന്നു. ഈ ചെടി നമ്മൾ എന്നാ പൊന്നുപോലെ വെച്ചാലും ഇത് ചീഞ്ഞു പോകും. ഓക്കെ. അപ്പൊ നമ്മൾ മേടിക്കുന്ന മഴയുടെ വന്നു കഴിഞ്ഞാൽ ഫുൾ അതിനകത്ത് തൊടാൻ പറ്റാത്ത രീതിയിലാവും അല്ലേ? ഇതിന്റെ ഇപ്പൊ ഈ പുറത്തുള്ള ഈ പേര് മാത്രമേ ഉള്ളൂ. ഈ അകത്ത് മൊത്തം ഇത് കണ്ടോ, ഇതിന്റെ ആ ചള്ള തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു പേടി കാണും. ഇപ്പം വില കൊടുത്ത് മേടിക്കുന്ന ഒരു പ്ലാന്റ് ഈ മണ്ണ് മാറ്റിയാൽ പോകുന്നു. മണ്ണ് മാറ്റിയില്ലെങ്കിലും പോകും. പിന്നെ മണ്ണ് മാറ്റി ഇതുണ്ടോ. ഞാനിപ്പോ ഇത് ചെയ്ത് പരിചയമായതുകൊണ്ട് എനിക്ക് ധൈര്യമാണ്. ചെടി പോകാൻ എനിക്ക് ഒരാളെ കൊണ്ട് മണ്ണെല്ലാം കളഞ്ഞിട്ടല്ലേ. ഇതിനകത്ത് ചെളി അങ്ങനെ നിൽക്കില്ലേ. ഈ ചെളിക്കകത്ത് ചള്ള കെട്ടിയാണ് നമ്മുടെ ചെടി മൊത്തം ചീഞ്ഞു പോകുന്നത്. ഇപ്പൊ ഞാൻ ശരിക്കും ഇത് ബോൺസായി ആക്കാനായിട്ട് മേടിച്ച പ്ലാന്റ്. അതുകൊണ്ട് തന്നെ ബോൺസായി ചട്ടിയിലോട്ട് തന്നെ വെക്കാം. കാരണം ഇവർക്ക് ഈ പ്ലാന്റിന്റെ വില എന്ന് പറഞ്ഞാൽ ഈ ചട്ടിയുടെ വലിപ്പം അനുസരിച്ച്. അതുകൊണ്ട് അവരത് എങ്ങനെയും ചട്ടി വലിയ ചട്ടി ആക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് ചെയ്യുമ്പം ആ ക്ലൈമറ്റ് കറക്റ്റ് ആയിരിക്കണം. ക്ലൈമറ്റ് അങ്ങനെ മാത്രം വാഷ് ചെയ്യാൻ നിൽക്കുമോ അല്ലേ? അല്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ടോ. ഇത് വയ്യ വേറായിക്കോളും. എന്നിട്ട് ബാക്കി പ്രൂൺ ചെയ്ത് നമ്മൾ നല്ലപോലെ വളർത്തിയാൽ മതി. ഓക്കെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. റിപ്പോർട്ടിംഗ് വളരെ സിമ്പിൾ അല്ലേ? റിപ്പോർട്ടിംഗ് വളരെ സിമ്പിളാണ്. ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലൈമറ്റ് മാത്രം ചെയ്യും. നല്ല ഒരു കൂളായിട്ടുള്ള ക്ലൈമറ്റ് ചെയ്യുക. ഓക്കെ. മഴ നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ മഴ പെയ്ത് വരുന്ന ആ വലിയ മഴയത്തും ചെയ്യരുത്, ഉണക്കുള്ള സമയത്തും ചെയ്യരുത്.